അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 11 ശനിയാഴ്ച. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രനെ വിട നൽകി കേരളം. അദ്ദേഹത്തിന്റെ തറവാട് വീടായ ചേന്നമംഗലം പാലിയം നാലുകെട്ടിന് മുന്നിലെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം മകൻ ദിനനാഥൻ ചിതയ്ക്ക് തീ കൊളുത്തി. സിനിമാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് സംഗീത പ്രേമികളാണ് P. ജയചന്ദ്രനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ക്രൈംബ്രാഞ്ച് തുടർച്ചയായി വേട്ടയാടിയത് മൂലം ജീവനൊടുക്കാനാണ് നാട്ടിൽ നിന്നും പോയതെന്ന് കാണാതായ മാമിയുടെ ഡ്രൈവർ രജിത് കുമാറും കുടുംബവും. മക്കളെ പോലും ചോദ്യം ചെയ്ത് ഉപദ്രവിക്കുന്നതിനാൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മാമിയെ കാണാതായെന്ന് പറയുന്ന അന്ന് തന്നെ കുടുംബം പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും രജിത് കുമാർ ആരോപിച്ചു. അതേസമയം രജിത് കുമാറിനെയും ഭാര്യയെയും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് വീണ്ടും നീക്കം തുടങ്ങി. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തത തേടി വിജിലൻസ് ഡയറക്ടർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിലാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത വ്യക്തത തേടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് വരണമെന്നും റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച രേഖകൾ പൂർണ്ണമല്ലെന്നും വിജിലൻസ് ഡയറക്ടർ വ്യക്തമാക്കുന്നു. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമന വിവാദത്തിൽ IC ബാലകൃഷ്ണൻ MLAക്ക് കൂടുതൽ കുരുക്ക്. നിയമനം ആവശ്യപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA കത്ത് നൽകിയിരുന്നുവെന്ന് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് മുൻ ചെയർമാൻ ഡോക്ടർ സണ്ണി ജോർജ് പറഞ്ഞു. മുനമ്പം അടക്കമുള്ള പ്രശ്നങ്ങൾ സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷം ജ്വലിപ്പിക്കാനുള്ള ഉപാധിയാക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ സാദിഖ് അലി തങ്ങളുടെ ഇടപെടൽ അതിനെ അണച്ചുകളഞ്ഞതായി കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമസ് പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കർദിനാൾ. പാലക്കാട് ജില്ലയിലെ വിവിധ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. 4 ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 1.5 ലക്ഷത്തോളം രൂപ പിടികൂടി. വെള്ളിയാഴ്ച രാത്രി 11 മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ 3 മണി വരെയായിരുന്നു എറണാകുളം വിജിലൻസ് റേഞ്ച് SP-യുടെയും പാലക്കാട് വിജിലൻസ് DYSP-യുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ 60-ലധികം പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും 62 പേർക്ക് എതിരായ മൊഴി ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ 40 പേരുടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ N. രാജീവൻ പറഞ്ഞു. മൊഴിയിലെ വിവരങ്ങളെല്ലാം പോലീസിന് വേഗം തന്നെ കൈമാറിയിട്ടുണ്ടെന്നും സ്കൂൾ കാലഘട്ടം മുതൽ ചൂഷണത്തിന് ഇരയായി എന്നും മൊഴിയിലുണ്ട്. 13 വയസ്സ് മുതൽ കുട്ടി ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ 60-ലധികം പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിൽ 10 പേർ കൂടി കസ്റ്റഡിയിൽ. ഇന്നലെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിറകെയാണ് കൂടുതൽ പേർ അറസ്റ്റിലായത്. 62 പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും 13 വയസ്സ് മുതൽ ചൂഷണത്തിന് ഇരയായതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി നടി ഹണി റോസ്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ താൻ കൊടുത്ത ലൈംഗിക അധിക്ഷേപ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്ക് നേരെ തിരിക്കാനും ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസിന്റെ പരാതി. വസ്ത്രസ്വാതന്ത്ര്യം തന്റെ മൗലിക അവകാശമാണെന്നിരിക്കെ രാഹുൽ ഈശ്വർ അതിനെതിരെ അനാവശ്യ പ്രചരണം നടത്തിയെന്നും സൈബറിടങ്ങളിൽ ആളുകൾ തനിക്കെതിരെ തിരിയാൻ ഇത് കാരണമായി എന്നും താനും കുടുംബവും കടന്നുപോകുന്നത് കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണെന്നും ഹണി റോസ് അറിയിച്ചു. തനിക്കെതിരെ അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് ഹണി റോസ് പരാതി നൽകിയതിൽ പ്രതികരണവുമായി രാഹുൽ ഈശ്വർ. ഹണി റോസിനെ ഒരു വാക്കുകൊണ്ടുപോലും താൻ അധിക്ഷേപിക്കുന്നത് കാണിച്ചാൽ വിചാരണ കൂടാതെ ജയിലിൽ പോകാമെന്നും ഹണി റോസ് നൽകിയ പരാതിന്മേലുള്ള കേസ് താൻ സ്വയം വാദിക്കുമെന്നും ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വ്യവസായി ബോബി ചെമ്മണ്ണൂർ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്.
സമാനമായ വിധത്തിൽ ബോബി മറ്റുള്ളവർക്കെതിരെയും അധിക്ഷേപവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ടെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്. അതിനിടെ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും ആലോചനയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും പരിഗണിക്കും. നെയ്യാറ്റിൻകര ആറാലുമൂട്ടിൽ വയോധികന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത്. ആറാലുമൂട് കാവുവിളാകം വീട്ടിൽ ഗോപൻ സ്വാമി സമാധിയായി എന്നാണ് അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗോപൻ സ്വാമിയെ സമാധി ഇരുത്തിയത് എന്നാണ് മക്കളുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് ഗോപൻ സ്വാമി സമാധിയായെന്ന് മക്കൾ ബോർഡ് സ്ഥാപിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പോലീസ് നീക്കം. പാലയൂർ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം മുടക്കിയ SIയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. പേരാമംഗലം SI വിജിത്തിനെയാണ് തൃശൂർ C ബ്രാഞ്ചിലേക്ക് മാറ്റിയത്. ചാവക്കാട് SI ആയിരിക്കെ പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് കരോൾ പരിപാടിയിൽ മൈക്ക് ഉപയോഗിക്കുന്നത് SI വിലക്കിയിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അയ്യപ്പനെ സ്വർണത്തിൽ നിർമ്മിച്ച അമ്പും വില്ലും വെള്ളിയാനകളും കാണിക്കയെ അർപ്പിച്ച് തെലങ്കാന സംഘം. തെലങ്കാന സെക്കന്ദരാബാദ് സ്വദേശിയും കാറ്ററിംഗ് ബിസിനസ്സുകാരനുമായ അക്കാറാം രമേശാണ് 120 ഗ്രാം സ്വർണത്തിൽ തീർത്ത അമ്പും വില്ലും 400 ഗ്രാം തൂക്കം വരുന്ന വെള്ളിയാനകളും ശബരിമല സന്നിധാനത്തെത്തി കാണിക്കയായി നൽകിയത്. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികരും പോലീസുകാരും തമ്മിൽ വീണ്ടും സംഘർഷം. ബിഷപ്പ് ഹൗസിന്റെ കവാടം തള്ളിത്തുറക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചതോടെയാണ് പ്രദേശത്ത് വീണ്ടും സംഘർഷമുണ്ടായത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗേറ്റ് തുറന്ന് ബിഷപ്പ് ഹൗസിലേക്ക് കടക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പ്രതിഷേധത്തിനിടെ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തകർത്തു. പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വൈദികരെ മുന്നിൽ നിർത്തിയാണ് പ്രതിഷേധം. വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള 28.4 കിലോമീറ്റർ നീളുന്ന കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിന്റെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 2021 മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മുന്നിലുണ്ടായിരുന്ന പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇതെന്നും ഇതോടെ ജനങ്ങൾക്ക് മണിക്കൂറുകളുടെ സമയലാഭമുണ്ടാകുമെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും കേസെടുത്തതിൽ തൃപ്തിയുണ്ടെന്ന് പിതാവ് സജീവ്. അന്വേഷണം ശരിയായ നിലയിലാണെന്നതിന് തെളിവാണ് തങ്ങൾ നൽകിയ 2 പരാതികളിലും നടപടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ കിങ്ഫിഷർ ഹൈനഗൻ ബിയറുകൾ വിതരണം നിർത്തുന്നുവെന്ന് നിർമ്മാതാക്കളായ യുണൈറ്റഡ് ബ്രൂവറീസ്. വർദ്ധിപ്പിച്ച നികുതിക്ക് അനുസരിച്ച് റീറ്റെയിൽ ബിയർ വില ഉയർത്താൻ യുണൈറ്റഡ് ബ്രൂവറീസ് അനുമതി തേടിയിരുന്നു. എന്നാൽ തെലങ്കാന സർക്കാർ വില കൂട്ടുന്നതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്തെ മൊത്തം ബിയർ വിതരണം നിർത്താൻ യുണൈറ്റഡ് ബ്രൂവറീസ് തീരുമാനിച്ചത്. ആം ആദ്മി പാർട്ടി MLA ഗുർപ്രീത് ഗോഗിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ലുധിയാന MLA-യാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. MLA-യെ വീട്ടിനുള്ളിലാണ് വെടിയേറ്റ നിലയിൽ കണ്ടത്. അതേസമയം സ്വയം വെടിവെച്ചതാണെന്നാണ് നിഗമനം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭ്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.